നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസെർച്ച് PHയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള സയൻസ് പോർഷനിൽ നിന്ന്, അതായത് ബയോളജിയുടെ പോർഷനിൽ നിന്നുള്ള സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങളും അതുമായി അനുബന്ധമായിട്ടുള്ള കുറച്ചധികം വിവരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാതൃഭൂമി GK കറണ്ട് അഫെയർ തന്നിട്ടുള്ള ഡാറ്റാസാണ്, ചോദ്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്ലാസ് ആദ്യാവസാനം കാണുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ട്രേസ് ധാതുക്കൾ, ട്രേസ് മിനറൽസ് എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദ്യം. താഴെ തന്നിട്ടുള്ളത് അയഡിൻ, കൊബാൾട്ട്, ഇരുമ്പ്, ക്രോമിയം എന്നിങ്ങനെ 4 എണ്ണമാണ്. അതിൽ 4 ഓപ്ഷൻ C ആണ് വരുന്നത്. 4 ട്രേസ് ധാതുക്കളാണ്, ട്രേസ് മിനറൽസ് എന്ന ഗണത്തിൽ പെടുന്നവയാണ് അയഡിൻ, കൊബാൾട്ട്, ഇരുമ്പ്, ക്രോമിയം എന്നിവ. മനുഷ്യ ശരീരഭാഗത്തിന് 4 മുതൽ 6 വരെ ശതമാനം വരുന്ന അകാർബണിക വസ്തുക്കളാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ 1 മുതൽ 3 വരെ കിലോഗ്രാം ഭാരം ധാതുക്കളുടേതാണ്. മനുഷ്യ ശരീരഭാരത്തിൻ്റെ 4 മുതൽ 6 വരെ ശതമാനം വരുന്ന അകാർബണിക വസ്തുക്കളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ 1 മുതൽ 3 വരെ കിലോഗ്രാം ഭാരം ധാതുക്കളുടേതാണ്. ശരീരത്തിലെ ധാതുക്കളുടെ 90% വരെ 7 ധാതുക്കളാണ്. ഇവ ദിവസേന 100 മില്ലിഗ്രാമിന് മുകളിൽ ഭക്ഷണത്തിൽ ആവശ്യമുണ്ട്. കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, സൾഫർ, പൊട്ടാസ്യം, ക്ലോറിൻ, മഗ്നീഷ്യം എന്നീ 7 ധാതുക്കൾ പ്രധാന ധാതുക്കൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ പ്രധാന ധാതുക്കൾ ഒന്നുകൂടി നോക്കി വെച്ചോളാം. കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, സൾഫർ, പൊട്ടാസ്യം, ക്ലോറിൻ, മഗ്നീഷ്യം എന്നിവയാണ്. പ്രതിദിനം 100 മില്ലിഗ്രാമിൽ താഴെ മാത്രം ആവശ്യമുള്ള മറ്റു ധാതുക്കളാണ് ട്രേസ് ധാതുക്കൾ. ഇരുമ്പ്, മോളിബ്ഡിനം, സിങ്ക്, സെലീനിയം, ഫ്ലൂറിൻ, കോപ്പർ, മാംഗനീസ്, അയഡിൻ, കൊബാൾട്ട്, ക്രോമിയം എന്നിവ ട്രേസ് ധാതുക്കളുടെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ട്രേസ് ധാതുക്കളുടെ ഉദാഹരണങ്ങൾ 100 മില്ലിമീറ്ററിൽ താഴെ മാത്രം ആവശ്യമുള്ളതാണ് കേട്ടോ പ്രതിദിനം. ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ? ഇരുമ്പ്, മോളിബ്ഡിനം, സിങ്ക്, സെലീനിയം, ഫ്ലൂറിൻ, കോപ്പർ, മാംഗനീസ്, അയഡിൻ, കൊബാൾട്ട്, ക്രോമിയം എന്നിവ ട്രേസ് ധാതുക്കൾക്ക് ഉദാഹരണങ്ങളാണ്. ഭൂരിപക്ഷം ധാതുക്കളുടെയും അപര്യാപ്തതാ പ്രശ്നങ്ങൾ മനുഷ്യനിൽ വളരെ കുറവാണ്. ഇരുമ്പിൻ്റെയും അയഡിൻ്റെയും അപര്യാപ്തത രോഗമാണ് വ്യാപകമായി കാണുന്നത്. അപ്പോൾ ഭൂരിപക്ഷം ധാതുക്കളുടെയും അപര്യാപ്തത പ്രശ്നങ്ങൾ മനുഷ്യനിൽ വളരെ കുറവാണ്. പക്ഷേ ഇരുമ്പിൻ്റെയും അയഡിൻ്റെയും അപര്യാപ്തത രോഗങ്ങളാണ് വ്യാപകമായിട്ട് മനുഷ്യരിൽ കാണുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ പറയുന്നവയിൽ കാൽസ്യത്തിൻ്റെ ധർമ്മം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഏതാണ് ധർമ്മമെന്നും ഏതാണ് ധർമ്മം അല്ലാത്തതെന്നും ചോദ്യം വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ നോട്ട് കറക്റ്റും കറക്റ്റ് ഏതാണെന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾക്ക് കൺഫ്യൂഷനായി പോവുക. അപ്പോൾ അത് പ്രത്യേകം ആദ്യം തന്നെ ശ്രദ്ധിച്ച് വയ്ക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ധർമ്മം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഫംഗ്ഷൻ അല്ലാത്തത്. ഓപ്ഷൻസ്: രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു, നാഡീ ആവേഗങ്ങൾ സംപ്രേഷണം ചെയ്യാൻ സഹായിക്കുന്നു, അരുണ രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു, LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓപ്ഷൻ C ആണ് ഇവിടെ ഉത്തരം. അരുണ രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ധർമ്മമാണ്. ബാക്കിയെല്ലാം കാൽസ്യത്തിൻ്റെ ധർമ്മമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുക, നാഡീ ആവേഗങ്ങൾ സംപ്രേഷണം ചെയ്യാൻ സഹായിക്കുക, LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുക എന്നിവ. അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളോട് നോക്കാം. ശരീരത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ധാതുവാണ് കാൽസ്യം എന്നത്. എല്ലുകളിലും പല്ലുകളിലുമാണ് 99% കാൽസ്യവും കാണപ്പെടുന്നത്. മൃദുവായ കോശങ്ങളിലും രക്തത്തിലും ഉള്ള 1% കാൽസ്യമാണ് പല ശാരീരിക നിയന്ത്രണ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നത്. ഹൃദയമിടിപ്പ് പോലുള്ള പേശി സങ്കോചങ്ങൾക്ക് കാൽസ്യം സഹായിക്കുന്നു. പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും വ്യാപിക്കാൻ സഹായിക്കുന്ന കോശസ്തരങ്ങളുടെ പ്രവർത്തനക്ഷമത കാൽസ്യം നിലനിർത്തുന്നു. കാൽസ്യത്തിൻ്റെ മറ്റ് പ്രധാന ധർമ്മങ്ങൾ: ജീവകം B12ൻ്റെ ആഗിരണം ഉറപ്പുവരുത്തുന്നു, രാസാഗ്നികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. പാലും പാലുൽപ്പന്നങ്ങളുമാണ് കാൽസ്യത്തിൻ്റെ ഏറ്റവും നല്ല സ്രോതസ്സുകൾ. റാഗി അഥവാ കൂവരകിൽ കാൽസ്യം ഉയർന്ന അളവിൽ കാണപ്പെടുന്നതിനാൽ പാവപ്പെട്ടവരുടെ പാൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ റാഗിയിലും കൂടുതലായിട്ട് കാൽസ്യം നമുക്ക് ലഭിക്കാറുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ചുവടെ പറയുന്നവയിൽ കാൽസ്യം അപര്യാപ്തത മൂലമുള്ള രോഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോമലേഷ്യ, ടെറ്റനി എന്നിവയാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ D ആണ് 1, 2, 3. ഓസ്റ്റിയോപോറോസിസും ഓസ്റ്റിയോമലേഷ്യയും ടെറ്റനിയും കാൽസ്യം അപര്യാപ്തത രോഗങ്ങളിൽ പെടുന്നവയാണ്. മധ്യവയസ്കരിലും പ്രായം ചെന്നവരിലും എല്ലുകൾ അസാധാരണമായി ഒടിയുകയും പൊടിയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് എന്നത്. എല്ലുകളുടെ ഗുണമേന്മ കുറയുകയും എന്നാൽ അളവിൽ വ്യത്യാസം വരാതെയും ഇരിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോമലേഷ്യ എന്നത്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ആവശ്യത്തിന് കുറയുമ്പോൾ ഉണ്ടാകുന്നതാണ് ടെറ്റനി. ആവശ്യത്തിലും കുറയുമ്പോൾ ഉണ്ടാകുന്നതാണ് ടെറ്റനി എന്നത്.
ദെൻ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 10 to 12 mg/100 ml ആണ് കേട്ടോ. 10 to 12 mg/100 ml എന്നതാണ് സാധാരണ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടാതെ സൂക്ഷിക്കുന്നത് കാൽസിറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം മൂലമാണ്. അപ്പോൾ അളവ് കൂടാതിരിക്കാൻ കാരണമായിട്ടുള്ള ഹോർമോൺ കാൽസിറ്റോണിനാണ്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയാതെ സൂക്ഷിക്കുന്ന പാരാതൈറോമോൺ എന്ന ഹോർമോണാണ്. അപ്പോൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയാതിരിക്കാൻ സഹായിക്കുന്നത് കാൽസിറ്റോണിനും കുറയാതിരിക്കാൻ സഹായിക്കുന്നത് പാരാതൈറോമോണും കൂടാതിരിക്കാൻ സഹായിക്കുന്നത് കാൽസിറ്റോണിനുമാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. കാൽസ്യത്തിൻ്റെ അളവ് കൂടാതെ സൂക്ഷിക്കുന്നത് കാൽസിറ്റോണിൻ, കാൽസ്യത്തിൻ്റെ അളവ് കുറയാതെ സൂക്ഷിക്കുന്നത് പാരാതൈറോമോൺ ഹോർമോണാണ്. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ അസ്ഥികളുടെ ബലം കുറയും. അപ്പോൾ പാരാതൈറോമോണിൻ്റെ ഉൽപ്പാദനം കൂടിയിട്ടുണ്ടെങ്കിൽ അസ്ഥികളുടെ ബലം കുറയും. അപ്പോൾ എന്താ ചെയ്യുക, രക്തത്തിലെങ്ങാനും കാൽസ്യത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ അസ്ഥികളിൽ നിന്നും രക്തത്തിലോട്ട് കാൽസ്യത്തെ വലിച്ചെടുക്കുകയാണ് ആര് ചെയ്യുക, ഈ പാരാതൈറോമോൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ അസ്ഥികളുടെ ബലം കുറയും, മൂത്രപഥത്തിൽ കല്ലുണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. പാരാതൈറോമോൺ കുറയുന്നത് മൂലമാണ് ടെറ്റനി എന്ന അവസ്ഥയുണ്ടാകുന്നത്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞ് പേശികൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥയിൽ കാണപ്പെടുന്നതാണ് ടെറ്റനിയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ ടെറ്റനി എന്ന് പറഞ്ഞാൽ പേശികൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതിന് പാരാതൈറോമോൺ കുറയുന്നത് മൂലമാണ് ടെറ്റനി ഉണ്ടാകുന്നത്. നാലാമത്തെ ചോദ്യം, ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്? ശരീരത്തിൽ ഇരുമ്പിൻ്റെ 90% ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്നു. ശരീരത്തിൽ ഇരുമ്പിൻ്റെ 90% ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്നു. ഹീമോഗ്ലോബിനിലെ ഹീം എന്ന ഭാഗത്താണ് ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത്. ശരീരത്തിലെ ഇരുമ്പിൻ്റെ 20% അസ്ഥിപേശികളിലാണ്. ശരീരത്തിലെ ഇരുമ്പിൻ്റെ 5% മാംസപേശിയിലെ മയോഗ്ലോബിനാണ്. അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ശരീരത്തിലെ ഇരുമ്പിൻ്റെ 20% അസ്ഥിപേശികളിലാണ് എന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ശരീരത്തിലെ ഇരുമ്പിൻ്റെ 90% ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്നു എന്നത് ശരിയാണ്. ഹീമോഗ്ലോബിനിലെ ഹീം എന്ന ഭാഗത്താണ് ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത്, ശരിയാണ്. ശരീരത്തിലെ ഇരുമ്പിൻ്റെ 5% മാംസപേശിയിലെ മയോഗ്ലോബിനിലാണ് കാണപ്പെടുന്നത്, അതും ശരിയാണ്. ദെൻ അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിൽ ആകെ 2 മുതൽ 3 വരെ ഗ്രാം ഇരുമ്പാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 2 മുതൽ 3 ഗ്രാം വരെ ഇരുമ്പാണ് മനുഷ്യ ശരീരത്തിൽ ആകെ ആവശ്യമുള്ളത്. ശരീരത്തിലെ 5% ഇരുമ്പ് ഓക്സിഡേറ്റീവ് എൻസൈം വ്യവസ്ഥയുടെ ഭാഗമായി കോശങ്ങളിലൂടെ വിതരണം ചെയ്യപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ മുഴുവൻ ഇരുമ്പിൻ്റെ 20% ഫെറിറ്റിൻ ആയി സംഭരിക്കപ്പെടുന്നു. ഫെറിറ്റിൻ എന്നാൽ ഇരുമ്പിനെ ശേഖരിക്കുകയും ആവശ്യാനുസരണം വിതരണം നടത്തുകയും ചെയ്യുന്ന കോശങ്ങൾക്കിടയിലെ മാംസ്യമാണ് ഈ ഫെറിറ്റിൻ എന്നത്. ഒരു പ്രോട്ടീനാണ് ഫെറിറ്റിൻ എന്നത്. ഇരുമ്പിനെ സംഭരിക്കുകയും ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്ന പ്രോട്ടീനാണ് ഫെറിറ്റിൻ. പ്ലീഹ, മജ്ജ, കരൾ എന്നിവിടങ്ങളിലാണ് ഫെറിറ്റിൻ രൂപത്തിൽ ഇരുമ്പ് ശേഖരിക്കപ്പെടുന്നത്. പ്ലീഹ, മജ്ജ, കരൾ എന്നിവിടങ്ങളിലാണ് ഫെറിറ്റിൻ്റെ രൂപത്തിൽ ഇരുമ്പ് ശേഖരിക്കപ്പെടുന്നത്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ ശരീരത്തിൽ ഫെറിറ്റിനിൻ്റെ അളവ് കൂടുതലാണ്. ദെൻ അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ധർമ്മങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. ശാരീരിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണത്തിൽ നിശ്ചിത പങ്കുവഹിക്കുന്നു. കോശമർമ്മത്തിലെ ഇരുമ്പ് കോശജാലങ്ങളുടെ ഓക്സീകരണത്തിന് ആവശ്യമാണ്. ഓക്സിജൻ വഹിക്കുന്ന ഹീമോഗ്ലോബിനിലെ പ്രധാന ഘടകമാണ് ഇരുമ്പ് എന്നിവയാണ്. ഓപ്ഷൻ എ ആണ് 1, 2, 3 ശരിയാണ്. അപ്പോൾ തന്നിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റും ഇരുമ്പിൻ്റെ ധർമ്മങ്ങളാണ്. ശാരീരിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണത്തിൽ നിശ്ചിത പങ്കുവഹിക്കുന്നുണ്ട്. കോശമർമ്മത്തിലെ ഇരുമ്പ് കോശജാലങ്ങളുടെ ഓക്സീകരണത്തിന് ആവശ്യമാണ്. ഓക്സിജൻ വഹിക്കുന്ന ഹീമോഗ്ലോബിനിലെ പ്രധാന ഘടകമാണ് ഇരുമ്പ് എന്നത്. ദെൻ മനുഷ്യ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് പുരുഷന്മാരിൽ 13.8 മുതൽ 17.2 ഗ്രാം പെർ ഡെസിലിറ്റർ വരെയും സ്ത്രീകളിൽ 12.1 മുതൽ 15.1 വരെ ഗ്രാം പെർ ഡെസിലിറ്റർ വരെയുമാണ്. അപ്പോൾ സ്ത്രീകളിൽ കമ്പാരിറ്റീവ്ലി പുരുഷന്മാരെക്കാട്ടിലും കുറവായിരിക്കും ഹീമോഗ്ലോബിൻ്റെ അളവ് എന്നുള്ളതൊന്ന് നോക്കി വയ്ക്കുക. ഏകദേശം ഒരു ആവറേജ് 12 to 17 മനുഷ്യന്മാരിൽ കാണുക. അപ്പോൾ അതിൽ 14, 15 ആയിരിക്കും പുരുഷന്മാരിൽ പൊതുവെ കാണുക. സ്ത്രീകളിൽ ഒരു 13, 14 ആയിരിക്കും പൊതുവെ കാണുക. ആ ഒരു ആവറേജ് റേഞ്ചാണ് കേട്ടോ. ദെൻ ചുവന്ന രക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. ചുവന്ന രക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. രക്തത്തിലെ ഓക്സിജനെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ഹീമോഗ്ലോബിനാണ്. രക്തത്തിലെ ഓക്സിജനെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ഹീമോഗ്ലോബിനാണ്. ഭക്ഷണക്രമത്തിലെ ഇരുമ്പിൻ്റെ ന്യൂനത വിളർച്ചയ്ക്ക്, അനീമിയയ്ക്ക് കാരണമാകുന്നു. പ്രായപൂർത്തിയായ പുരുഷൻ്റെയും സ്ത്രീയുടെയും ഹീമോഗ്ലോബിൻ്റെ അളവ് 12 ഗ്രാം പെർ ഡെസിലിറ്ററിന് താഴെ എത്തുമ്പോൾ വിളർച്ച ആരംഭിക്കുന്നു. അപ്പോൾ 12 ഗ്രാം പെർ ഡെസിലിറ്ററിന് താഴെ എത്തുമ്പോഴാണ്
വിളർച്ച അനുഭവപ്പെടുന്നത് കേട്ടോ. വിളർച്ച സംഭവിക്കുമ്പോൾ ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുകയോ ഹൈപ്പോക്രോമിക് അനീമിയ അല്ലെങ്കിൽ ചുവന്ന രക്തകോശങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരികയോ ചെയ്യുന്നു. അപ്പോൾ വിളർച്ച സംഭവിക്കുമ്പോൾ ചുവന്ന രക്താണുക്കളുടെ അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് ചുവന്ന രക്താണുക്കളിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുകയോ ഈ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോക്രോമിക് അനീമിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചുവന്ന രക്തകോശങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരികയോ ചെയ്യുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം. ശരിയല്ലാത്ത പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭക്ഷണത്തിലെ അയഡിൻ്റെ അളവ് മണ്ണിലെ അയഡിൻ്റെ അളവിനെ ആശ്രയിച്ചാണ്. മലനിരകളിലെ മണ്ണിൽ അയഡിൻ്റെ അളവ് വളരെ കൂടുതലാണ്. കടൽ, മത്സ്യം, ഉപ്പ് എന്നിവ അയഡിൻ്റെ മികച്ച സ്രോതസ്സുകളാണ്. പച്ചക്കറികളുടെ പൂക്കളിൽ അയഡിൻ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. മലനിരകളിലെ മണ്ണിൽ അയഡിൻ്റെ അളവ് വളരെ കൂടുതലാണെന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഭക്ഷണത്തിലെ അയഡിൻ്റെ അളവ് മണ്ണിലെ അയഡിൻ്റെ അളവിനെ ആശ്രയിച്ചാണ് എന്നത് ശരിയാണ്. കടൽ, മത്സ്യം, ഉപ്പ് എന്നിവയിൽ എന്നിവ അയഡിൻ്റെ മികച്ച സ്രോതസ്സുകളാണ്. പച്ചക്കറികളുടെ പൂക്കളിൽ അയഡിൻ്റെ അളവ് അയഡിൻ അടങ്ങിയിട്ടുണ്ട് എന്നതും ശരിയാണ്. വളരെ കുറഞ്ഞ തോതിലാണ് അയഡിൻ ശരീരത്തിൽ കാണപ്പെടുന്നത്. 25 മുതൽ 30 മില്ലിഗ്രാം വരെയാണ് നമ്മുടെ അയഡിൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളൂ. ഇതിൽ 33% അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഉള്ളത് 25 to 30 മില്ലിഗ്രാമാണ് ശരീരത്തിൽ. അതിൽ തന്നെ 33% തൈറോയിഡ് ഗ്രന്ഥിയിലാണ് കാണപ്പെടുന്നത്. തൈറോയിഡ് ഗ്രന്ഥി തൈറോക്സിൻ ഹോർമോൺ പുറപ്പെടുവിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രധാന പണി തൈറോക്സിൻ എന്ന ഹോർമോണിനെ പുറപ്പെടുവിക്കുകയാണ്. അയഡിൻ മാംസ്യവുമായി ചേർന്നാണ് തൈറോക്സിൻ ഉണ്ടാക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ഉപാപചയത്തിൽ തൈറോക്സിൻ പ്രധാന പങ്കുവഹിക്കുന്നു. അപ്പോൾ തൈറോക്സിൻ്റെ പ്രധാന പണിയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപാപചയ പ്രവർത്തനം, മെറ്റബോളിസം. വളർച്ചയുടെ കാലത്ത് അസ്ഥികളുടെയും ശരീരത്തിൻ്റെയും സാധാരണ വളർച്ചയ്ക്ക് തൈറോക്സിൻ അത്യന്താപേക്ഷിതമാണ്. കോശങ്ങൾക്ക് ഓക്സിജൻ സ്വീകരിക്കുന്നതിന് അയഡിൻ ആവശ്യമാണ്. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും ചെറിയ തോതിൽ അയഡിൻ്റെ അംശമുണ്ട്. മലനിരകളിലെ മണ്ണിൽ അയഡിൻ്റെ അളവ് കുറവായിരിക്കും. പച്ചക്കറികളിലും ഇലക്കറികളിലും അയഡിൻ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് അയഡിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അടുത്തൊരു ചോദ്യം നോക്കാം. അയഡിൻ്റെ ന്യൂനത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസ് എൻഡമിക് ഗോയിറ്റർ, ക്രെറ്റനിസം, ക്വാഷിയോർക്കർ, ടെറ്റനി എന്നിവയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം മാത്രമാണ് ശരി. അതായത് എൻഡമിക് ഗോയിറ്റർ, ക്രെറ്റനിസം എന്നിവയാണ് അയഡിൻ്റെ ന്യൂനത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. അയഡിൻ്റെ ന്യൂനത മൂലം സംഭവിക്കുന്ന 2 പ്രധാന രോഗാവസ്ഥകളാണ് പ്രത്യേകമായ തൊണ്ടവീക്കം, അതായത് എൻഡമിക് ഗോയിറ്റർ, ക്രെറ്റനിസം എന്ന ബുദ്ധിഭ്രമത്തോടെയുള്ള പിള്ളവാത രോഗം എന്നിവ. ശരീരത്തിൽ ആവശ്യമായ അളവിൽ അയഡിൻ ലഭിക്കാതിരിക്കുമ്പോൾ കൂടുതൽ അയഡിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തൈറോയിഡ് ഗ്രന്ഥി സ്വയം വലുതാക്കുകയും പ്രസ്തുത ഭാഗത്ത് നീര് വരികയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കഴുത്തുവീക്കമാണ് ഗോയിറ്റർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അയഡിൻ ഇല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി കൂടുതലായിട്ട് അയഡിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കും. ഈ ഒരു അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. കുട്ടികളിൽ അയഡിൻ്റെ തീവ്രമായ അഭാവത്താൽ വളർച്ചയ്ക്ക് മാന്ദ്യം സംഭവിക്കുന്നു. ഈ അവസ്ഥ ക്രെറ്റനിസം എന്ന് പറയുന്നു. അപ്പോൾ ക്രെറ്റനിസം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളിൽ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതിൽ നമ്മുടെ ഈ അയഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോക്സിൻ്റെ അളവ് കുറയും, ഓട്ടോമാറ്റിക്കലി മെറ്റബോളിസത്തിൻ്റെ റേറ്റ് കുറയും, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ വളർച്ചേനെയൊക്കെ ബാധിക്കും. ഷോർട്ട് സ്റ്റണ്ടഡ് ആയിട്ടുള്ള കുട്ടികളായി മാറും ഈ ക്രെറ്റനിസം ബാധിച്ചാൽ കേട്ടോ. അടുത്തൊരു ചോദ്യം നോക്കാം. ചുവടെ പറയുന്നവയിൽ തൈറോക്സിൻ ഹോർമോണിൻ്റെ ധർമ്മം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. തൈറോക്സിൻ്റെ പണി അല്ലാത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? പോഷക ഘടകങ്ങളുടെ വിഘടനം, ഊർജ്ജോൽപാദനം, ശരീര വളർച്ച, മസ്തിഷ്ക വളർച്ച, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം, ജലലവണ സന്തുലനം എന്നിവയാണ് തന്നിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ ഡി ആണ് ധർമ്മം അല്ലാത്തത്. തൈറോക്സിൻ്റെ ധർമ്മം അല്ലാത്തത് ജലലവണ സന്തുലനമാണ്. ബാക്കി എല്ലാതും തൈറോക്സിൻ്റെ പണികളാണ്. പോഷക ഘടകങ്ങളുടെ വിഘടനം, ഊർജ്ജോൽപാദനം, ശരീര വളർച്ച, മസ്തിഷ്ക വളർച്ച, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം എന്നിവ തൈറോക്സിൻ ഹോർമോണിൻ്റെ ധർമ്മം ആണ്. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ. തൈറോയിഡ് ഗ്രന്ഥിക്ക് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ അയഡിൻ ആവശ്യമാണ്. പോഷക ഘടകങ്ങളുടെ വിഘടനം, ഊർജ്ജോൽപാദനം, ശരീര വളർച്ച, മസ്തിഷ്ക വളർച്ച, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം, ഹൃദയസ്പന്ദനം തുടങ്ങി പ്രവർത്തനങ്ങൾ ശരിയായി നടക്കാൻ തൈറോക്സിൻ ആവശ്യമാണ്. തൈറോക്സിൻ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ ശരീരത്തിലെ ഊർജ്ജോൽപാദനം കുറയുകയും ശരീരഭാഗം കൂടുകയും ചെയ്യുന്നു. ഭക്ഷണത്തോട് താല്പര്യം കുറയുകയും ജോലികൾ ചെയ്യാൻ വിമുഖത തോന്നുകയും ചെയ്തേക്കാം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ
ശാരീരികവും മാനസികവുമായ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് ക്രെറ്റനിസം എന്ന് പറയുന്നത്. ശാരീരികവും മാനസികവുമായ വളർച്ച മുരടിക്കുന്ന അവസ്ഥ, കുട്ടികളിൽ മുരടിക്കുന്ന അവസ്ഥയാണ് ക്രെറ്റനിസം. മുതിർന്നവരിൽ തൈറോക്സിൻ്റെ കുറവ് മിക്സഡീമ എന്ന രോഗം ഉണ്ടാക്കുന്നു. മുതിർന്നവരിൽ തൈറോക്സിൻ്റെ കുറവ് മിക്സഡീമ എന്ന രോഗം ഉണ്ടാക്കുന്നു. തൈറോക്സിൻ്റെ ഉൽപ്പാദനം അധികമാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഇതിൻ്റെ ഫലമായി ഊർജ്ജോൽപാദനം കൂടുതലാവുകയും ശരീരഭാഗം കുറയുകയും ചെയ്യുന്നു. ഹൃദയമിടിപ്പ് കൂടുകയും ഭക്ഷണത്തോട് താല്പര്യം വർദ്ധിക്കുകയും ചെയ്യുന്നു. കൈകൾ വിറയ്ക്കുകയും ശരീരം എപ്പോഴും വിയർക്കുകയും ചെയ്യുന്നു. അപ്പോൾ തൈറോക്സിൻ്റെ കൂടുതൽ കാരണമാണ് ഈ കൈകൾ എപ്പോഴും വിയർക്കുക, കൈകൾ വിറയ്ക്കുക, ഭക്ഷണത്തോട് കൂടുതൽ താല്പര്യം തോന്നുക ഒക്കെ ചെയ്യുന്നത്. ദെൻ തൈറോക്സിൻ്റെ അളവ് വളരെ കൂടുമ്പോൾ ഈ ലക്ഷണങ്ങളോടൊപ്പം മാനസികാസ്വാസ്ഥ്യം ഉണ്ടായേക്കാം. കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കും. ഈ അവസ്ഥയെ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയും. അപ്പോൾ എക്സോഫ്താൽമിക് ഗോയിറ്റർ ഉണ്ടാവാനുള്ള കാരണം തൈറോക്സിൻ്റെ അളവ് വളരെ കൂടുമ്പോഴാണ്. മാനസികാസ്വാസ്ഥ്യവും അതുപോലെ തന്നെ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് ഈ എക്സോഫ്താൽമിക് ഗോയിറ്ററിൻ്റെ പ്രത്യേകത. ദെൻ അടുത്ത ചോദ്യം, ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്? ഇരുമ്പിൻ്റെ ആഗിരണത്തെ ചെമ്പ് സഹായിക്കുന്നു. കരളിലെ കോശങ്ങളെ സമന്വയിപ്പിക്കുന്നത് വിറ്റാമിൻ ഇയുടെ ഒപ്പം സെലിനിയം കൂടിച്ചേരുമ്പോഴാണ്. ദന്തക്ഷയം തടയാനായി ഫ്ലൂറിൻ ചെറിയ അളവിൽ ആവശ്യമാണ്. ഫ്ലൂറിൻ്റെ അളവ് കൂടിയാൽ പല്ലിൻ്റെ ബലവും കൂടുന്നു. ഇതിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ഫ്ലൂറിൻ്റെ അളവ് കൂടിയാൽ പല്ലിൻ്റെ ബലം കൂടുന്നു എന്നത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദന്തക്ഷയം തടയാനായി ഫ്ലൂറിൻ ചെറിയ അളവിൽ ആവശ്യമാണ്. കരളിലെ കോശങ്ങൾ സമന്വയിപ്പിക്കുന്ന വിറ്റാമിൻ ഇയുടെ ഒപ്പം സെലിനിയം കൂടിച്ചേരുമ്പോഴാണ്. ഇരുമ്പിൻ്റെ ആഗിരണത്തെ ചെമ്പ് സഹായിക്കുന്നു. നാഗം അഥവാ സിങ്ക് കോശങ്ങൾക്കകത്തുള്ള ഒരു വസ്തുവാണ്. ശരീരത്തിലെ നാഗത്തിൻ്റെ അളവ് ഏകദേശം 2.3 ഗ്രാമാണ്. ഇവ ഏറ്റവും അധികം കാണപ്പെടുന്നത് എല്ലുകളിലാണ്. അപ്പോൾ സിങ്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എല്ലുകളിലാണ് കേട്ടോ. നാഗത്തിൻ്റെ അതായത് സിങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ഇനി പറയുന്നവയാണ്. രാസാഗ്നിയുടെ ഘടകങ്ങളാണ്. ഇൻസുലിൻ്റെ പ്രധാന ഘടകമാണ്. DNA-യുടെ മാംസ്യത്തിൻ്റെയും നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ PSCയുടെ ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ് ഇൻസുലിൻ കാണുന്ന ധാതു ഏതെന്നുള്ളത്. അപ്പോൾ സിങ്കാണ് കേട്ടോ. എലമെൻ്റ് ഏതാണ്, മൂലകം ഏതാണെന്നുള്ള ചോദ്യം സ്ഥിരമായിട്ട് വന്നിരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇൻസുലിൻ്റെ പ്രധാന ഘടകമാണ് ഈ നാഗം അഥവാ സിങ്ക് എന്ന് പറയുന്നത്. നാഗത്തിൻ്റെ അഭാവം ശരീര വളർച്ച, ജനനേന്ദ്രിയ വളർച്ച എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഫ്ലൂറിൻ്റെ അളവ് കൂടിയാൽ പല്ലുകൾ പൊള്ളയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലൂറിൻ പല്ലിന് ആവശ്യമാണ്, പക്ഷേ ഫ്ലൂറിൻ്റെ അളവ് കൂടിയാൽ പല്ലുകൾ പൊള്ളയാവാൻ സാധ്യതയുണ്ട്. ദെൻ അടുത്തൊരു ചോദ്യം നോക്കാം. ചുവടെ പറയുന്നവയിൽ സൂക്ഷ്മ പോഷകങ്ങൾ അഥവാ മൈക്രോ ന്യൂട്രിയൻസ് ഏതെല്ലാം എന്നാണ് ചോദ്യം. വിറ്റാമിൻസ്, ധാതുക്കൾ, മാംസ്യം, കൊഴുപ്പ് എന്നിവയാണ്. ഓപ്ഷൻ സി ആണ്. 1, 2 മാത്രമാണ് ശരി. വിറ്റാമിനും ധാതുക്കളുമാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ശരീര നിർമ്മിതിക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഭക്ഷണം. കഴിക്കുന്ന ആഹാരം ദഹിക്കുകയും ആഗിരണം ചെയ്യുകയും അതുപയോഗിച്ച് ശരീരത്തിൻ്റെ വളർച്ച, നിലനിൽപ്പ് എന്നിവ സാധ്യമാക്കുകയും ചെയ്യുന്ന കൂട്ടായ പ്രവർത്തനത്തെയാണ് പോഷണം എന്ന് പറയുന്നത്. ശരീര വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും സാധാരണ ജീവിതം നയിക്കുന്നതിനും ആവശ്യമായ ഭക്ഷണത്തിലെ പ്രധാന ഘടകങ്ങളാണ് പോഷകങ്ങൾ. 2 അടിസ്ഥാന ഗ്രൂപ്പ് പോഷകങ്ങൾ ശരീരധർമ്മത്തിന് ആവശ്യമാണ്. ഇവയെ സ്ഥൂല പോഷകങ്ങളെന്നും മാക്രോ ന്യൂട്രിയൻസ് എന്നും സൂക്ഷ്മ പോഷകങ്ങൾ മൈക്രോ ന്യൂട്രിയൻസ് എന്നും വിളിക്കുന്നു. ചില പോഷകങ്ങൾ താരതമ്യേന വളരെ കൂടുതൽ അളവിൽ ആവശ്യമുണ്ട്. ഇതാണ് സ്ഥൂല പോഷകങ്ങൾ. അന്നജം, മാംസ്യം, കൊഴുപ്പ് എന്നിവ സ്ഥൂല പോഷകങ്ങളാണ്. ദെൻ ചില പോഷകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതി. ഇതിനെ സൂക്ഷ്മ പോഷകങ്ങൾ എന്ന് വിളിക്കുന്നു. ജീവകങ്ങളും ധാതുക്കളുമാണ് സൂക്ഷ്മ പോഷകങ്ങൾ എന്ന് സൂക്ഷ്മങ്ങളിൽ പെടുന്നത്. അപ്പോൾ ജീവകങ്ങളും ധാതുക്കളൊക്കെ സൂക്ഷ്മ പോഷകങ്ങളിൽ പെടുന്നതാണ്. ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഈ പോഷകങ്ങൾ ആവശ്യമുള്ളത്. ദെൻ അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം. ഒന്നോ അതിലധികമോ പോഷണം വളരെയധികം ഉപയോഗിക്കുന്നത് മൂലം ശരീരപ്രവർത്തനത്തിൽ സമ്മർദ്ദം ഉണ്ടാകുന്ന അവസ്ഥ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് അമിത പോഷണമാണ്. ഒരു വ്യക്തിയുടെ ശരീരത്തിന് ആവശ്യമായ അളവിലുള്ള പോഷകങ്ങളെയാണ് ആവശ്യ പോഷണം, ഒപ്റ്റിമം ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ആരോഗ്യം, സന്തോഷം, കാര്യക്ഷമത, ദീർഘായുസ് എന്നിവ അവശ്യ പോഷണം ആവശ്യമാണ്. അപ്പോൾ ആരോഗ്യത്തിനും സന്തോഷത്തിനും കാര്യക്ഷമതയ്ക്കും ദീർഘായുസിനുമൊക്കെ അവശ്യ പോഷണം ആവശ്യമാണ്. കുറവോ കൂടുതലോ അസന്തുലിതമോ ആയ പോഷകങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് അപപോഷണം അഥവാ മാൽ ന്യൂട്രീഷന് കാരണമാകുന്നു. അപ്പോൾ കുറവോ കൂടുതലോ അസന്തുലിതമോ ആയ പോഷകങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുന്നത് അപപോഷണം അഥവാ മാൽ ന്യൂട്രീഷന് കാരണമാകും. ഇത് ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് മാത്രം നമ്മൾ കഴിക്കരുത് നമ്മൾ പ്രത്യേകം പറയും അല്ലേ. നമ്മുടെ ഡയറ്റിൽ
പ്രത്യേകിച്ച് ഇലക്കറികളും പച്ചക്കറികളും മുട്ടയും പാലും തുടങ്ങിയ എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കണം. നമ്മൾ പറയണത് ഈ എല്ലാ ധാതുക്കളും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാതും കിട്ടണില്ല, നമ്മൾ കുറേ ഭക്ഷണം മാത്രം ചോറ് മാത്രം കുറേ നമ്മൾ വാരി കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അവിടെ അപഭോക്ഷണമാണ് സംഭവിക്കുന്നത്, മാൽന്യൂട്രീഷനാണ് സംഭവിക്കുന്നത്. ഇത് ആരോഗ്യമില്ലാത്ത അവസ്ഥയ്ക്ക് കാരണമാവുന്നുണ്ട്. പോഷണത്തിൻ്റെ 2 അവസ്ഥകളാണ് ന്യൂനപോഷണവും അണ്ടർ ന്യൂട്രീഷനും അമിത പോഷണവും ഓവർ ന്യൂട്രീഷനും. അവശ്യ പോഷണത്തിൻ്റെ അപര്യാപ്തതയാണ് ന്യൂനപോഷണം. അവശ്യ പോഷണത്തിൻ്റെ അപര്യാപ്തതയാണ് ന്യൂനപോഷണം എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം. കാർബോഹൈഡ്രേറ്റുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. കാർബോഹൈഡ്രേറ്റുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത്: ശരീരത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു, ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുന്നു, കരളിനെ വിഷപദാർത്ഥങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു, പേശി പ്രവർത്തനങ്ങൾക്കായി ഹൃദയം കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ എ ആണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ധർമ്മം അല്ലാത്തത്. ശരീരത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കാവുന്നൊരു പണി കാർബോഹൈഡ്രേറ്റിനില്ല. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുന്നു, കരളിനെ വിഷപദാർത്ഥങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു, പേശി പ്രവർത്തനങ്ങൾക്കായി ഹൃദയം കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്നു എന്നിവ കാർബോഹൈഡ്രേറ്റിൻ്റെ ധർമ്മങ്ങളാണ്. കാർബോഹൈഡ്രേറ്റുകളുടെ മറ്റു ധർമ്മങ്ങൾ: നാഡീ സംബന്ധമായ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാൻ അന്നജം ആവശ്യമാണ്. അത്യന്താപേക്ഷിതമല്ലാത്ത അമിനോ ആസിഡുകളുടെ സംശ്ലേഷണത്തിന് ശരീരം കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്നു. കൊഴുപ്പിൻ്റെ ഓക്സീകരണത്തിന് കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യമാണ്. കാർബോഹൈഡ്രേറ്റ് ഭക്ഷണത്തിന് രുചിയും വൈവിധ്യവും നൽകുന്നു. മലാശയത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. സാധാരണ ഭക്ഷണക്രമത്തിലെ പ്രധാന ഘടകമാണ് അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സാണ്. സാധാരണ ഭക്ഷണക്രമത്തിലെ പ്രധാന ഘടകമാണ് അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സാണ്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്ന് 4.3 കിലോ കലോറി ഊർജ്ജം ലഭിക്കുന്നു. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്ന് 4.3 കിലോ കലോറി ഊർജ്ജമാണ് നമുക്ക് ലഭിക്കുന്നത്. സസ്യഭക്ഷണത്തിലാണ് അന്നജം കൂടുതലായി കാണപ്പെടുന്നത്. പേശികളിൽ ഗ്ലൈക്കോജൻ, പാലിൽ ലാക്ടോസ്, ജന്തുകോശങ്ങളിൽ റൈബോസ് എന്നീ രൂപത്തിലും അന്നജം കാണപ്പെടുന്നു. അപ്പോൾ അന്നജം തന്നെ പല രൂപത്തിലായിട്ട് കാണപ്പെടുന്നുണ്ട്. സസ്യഭക്ഷണത്തിലാണ് അന്നജം കൂടുതലായി കാണപ്പെടുന്നത്. പേശികളിൽ ഗ്ലൈക്കോജൻ എന്നും പാലിൽ ലാക്ടോസ് എന്നും ജന്തുകോശങ്ങളിൽ റൈബോസ് എന്നീ രൂപങ്ങളിലും അന്നജം കാണപ്പെടുന്നു. അന്നജം ലഘു പഞ്ചസാര രൂപത്തിലോ 2 അതിലധികമോ ലഘു പഞ്ചസാരകൾ കൂടിച്ചേർന്നോ ഉണ്ടാകുന്നു. ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ എന്നിവയുടെ സംയുക്തമായി പലതരം അന്നജം ഉണ്ടെങ്കിലും ഇവയിൽ ചിലത് മാത്രമാണ് ജീവശരീരത്തിൽ കാണപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്ലൂക്കോസ് എന്നത് കേട്ടോ. ധാന്യങ്ങൾ: ചെറുധാന്യങ്ങൾ, ചോളം, ചാമ, പഞ്ചസാര, ശർക്കര, കിഴങ്ങുവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഉണക്കപ്പഴങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ് സ്രോതസ്സുകൾ. കാർബോഹൈഡ്രേറ്റ് നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്നത് ധാന്യങ്ങൾ, അരി, അതുപോലെ തന്നെ ഗോതമ്പ് തുടങ്ങിയ സാധനങ്ങളിൽ നിന്നും, ചെറുധാന്യങ്ങൾ, ചോളം, ചാമ തുടങ്ങിയ സാധനങ്ങളിൽ നിന്നും, പഞ്ചസാര, ശർക്കര, കിഴങ്ങുവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഉണക്കപ്പഴങ്ങൾ എന്നിവയിൽ നിന്നാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് ലഭിക്കുക. അടുത്തൊരു ചോദ്യം, 13ാമത്തെ ചോദ്യം. മോണോസാക്കറൈഡുകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. തന്നിട്ടുള്ള ഓപ്ഷൻസ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ലാക്ടോസ് എന്നിവയാണ്. ഓപ്ഷൻ ബി ആണ് 1, 2, 3 ശരിയായിട്ടുള്ളത്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവ മോണോസാക്കറൈഡുകളാണ്. ലാക്ടോസ് മോണോസാക്കറൈഡ് അല്ല. രാസപരമായി അന്നജം സാക്കറൈഡ്സ് എന്ന് അറിയപ്പെടുന്നു. 1:2:1 എന്ന അനുപാതത്തിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൂടിച്ചേർന്നതാണ് സാക്കറൈഡ് ഗ്രൂപ്പുകൾ. സാക്കറൈഡ് ഗ്രൂപ്പുകളുടെ എണ്ണത്തിനനുസരിച്ച് അന്നജത്തെ 3ആയി തരംതിരിക്കുന്നു. മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ്, പോളിസാക്കറൈഡ് എന്നിങ്ങനെയാണ് അന്നജത്തെ 3ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ലളിതമായ സംയുക്തമായി ഹൈഡ്രോലൈസ് ചെയ്യാൻ കഴിയാത്ത അന്നജത്തിൻ്റെ ലഘുരൂപമാണ് മോണോസാക്കറൈഡുകൾ. ലളിതമായ സംയുക്തമായി ഹൈഡ്രോലൈസ് ചെയ്യാൻ കഴിയാത്ത അന്നജത്തിൻ്റെ ലഘുരൂപമാണ് മോണോസാക്കറൈഡുകൾ. ആഗിരണം ചെയ്യാനും ഉപയോഗിക്കാനുമായി എല്ലാ അന്നജങ്ങളെയും മോണോസാക്കറൈഡുകളായി രൂപഭേദം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ കഴിക്കണ ഭക്ഷണത്തിൽ പോളിസാക്കറൈഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ പോളിസാക്കറൈഡിനെ അതേപോലെ തന്നെ ആഗിരണം ചെയ്യാൻ സാധിക്കില്ല. നമുക്കതിനെ മോണോസാക്കറൈഡായിട്ട് ഹൈഡ്രോലൈസ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് നമുക്കതിനെ ആഗിരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗ്ലൂക്കോസിനെ ഡെക്സ്ട്രോസ് എന്ന ഗ്രേപ്പ് ഷുഗർ എന്നോ വിളിക്കാറുണ്ട്. ഗ്ലൂക്കോസിനെ ഡെക്സ്ട്രോസ് എന്നോ ഗ്രേപ്പ് ഷുഗർ എന്നോ വിളിക്കാറുണ്ട്. ശരീരത്തിലെ അന്നജ രൂപമാണിത്. ശരീരത്തിലെ അന്നജത്തിൻ്റെ രൂപമാണ് ഗ്ലൂക്കോസ് എന്നത് കേട്ടോ. അപ്പോൾ ഡെക്സ്ട്രോസ് എന്നും ഗ്രേപ്പ് ഷുഗർ എന്നൊക്കെ ഗ്ലൂക്കോസിനെ വിളിക്കാറുണ്ട്. ഗ്ലൂക്കോസ് വളരെ വേഗം ദഹിക്കുകയും ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. സാധാരണ ആരോഗ്യമുള്ള വ്യക്തിയിൽ 100 ml രക്തത്തിൽ 80 മുതൽ 100 mg വരെ ഗ്ലൂക്കോസ് കാണപ്പെടുന്നു. 100 ml രക്തത്തിൽ 80 to 100 mg വരെ ഗ്ലൂക്കോസ് കാണപ്പെടുന്നുണ്ട്.
മധുരമുള്ള ഫലങ്ങളിൽ ഗ്ലൂക്കോസ് അടങ്ങിയിരിക്കുന്നു. പച്ചക്കറികളായ മധുരച്ചോളം, ക്യാരറ്റ്, സവാള എന്നിവയിലും തേനിലും ഗ്ലൂക്കോസ് ഉണ്ട്. ഫ്രക്ടോസിനെ ലെവുലോസ് എന്നോ ഫ്രക്ടു ഷുഗർ എന്നോ വിളിക്കുന്നു. അപ്പോൾ ഫ്രക്ടോസിൻ്റെ മറ്റ് പേരാണ് ലെവുലോസ്, ഫ്രക്ടു ഷുഗർ എന്ന്, ഫ്രൂട്ട് ഷുഗർ, ഫ്രക്ടു നല്ല കേട്ടോ, ക്ഷമിക്കണം, ഫ്രൂട്ട് ഷുഗർ എന്നൊക്കെ ഫ്രക്ടോസിനെ വിളിക്കാറുണ്ട്. ഇത് ഗ്ലൂക്കോസിനേക്കാൾ മധുരമുള്ളതാണ്. അപ്പോൾ ഗ്ലൂക്കോസിനേക്കാൾ മധുരമുള്ളതാണ് ഫ്രക്ടോസ്. ലെവുലോസ് ഒന്നും ഫ്രൂട്ട് ഷുഗറും എന്നൊക്കെ ഫ്രക്ടോസിനെ വിളിക്കാറുണ്ട്. ഫ്രക്ടോസിനെ വളരെ വേഗം ശരീരം ആഗിരണം ചെയ്യും. ഇത് തേനിലും പഴുത്ത ഫലങ്ങളിലും കാണപ്പെടുന്നു. ഗാലക്ടോസ് പ്രകൃതിയിൽ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്നില്ല, എന്നാൽ സംയോജിത രൂപങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു. ഗാലക്ടോസ് പ്രകൃതിയിൽ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്നില്ല, എന്നാൽ സംയോജിത രൂപങ്ങളിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഒരു ഗാലക്ടോസ് എന്നത് ഗ്ലൂക്കോസിൻ്റെ ഒരു ഐസോമറാണ്. പാലിലടങ്ങിയ പഞ്ചസാരയായ ലാക്ടോസ് ഗ്ലൂക്കോസിൻ്റെയും ഗാലക്ടോസിൻ്റെയും സംയുക്തമാണ് കേട്ടോ. പാലിലടങ്ങിയ പഞ്ചസാരയായ ലാക്ടോസ്, നമ്മൾ പറഞ്ഞു ലാക്ടോസ് എന്താണ്, ഒരു മോണോസാക്കറൈഡ് അല്ല. അപ്പോൾ അത് ഗ്ലൂക്കോസ് എന്ന മോണോസാക്കറൈഡിൻ്റെയും ഗാലക്ടോസ് എന്ന മോണോസാക്കറൈഡിൻ്റെയും സംയുക്തമാണ് കേട്ടോ. അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം. ഡൈസാക്കറൈഡുകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? സൂക്രോസ്, മാൾട്ടോസ്, ഗ്ലൈക്കോജൻ, ലാക്ടോസ്. ഇവർക്ക് ഉദാഹരണങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൂക്രോസ്, മാൾട്ടോസ്, ഗ്ലൈക്കോജൻ, ലാക്ടോസ് എന്നിവയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് 1, 2, 4 ശരി. സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് എന്നിവയാണ് ഡൈസാക്കറൈഡുകൾക്ക് ഉദാഹരണം. 2 മോണോസാക്കറൈഡുകൾ കൂടിച്ചേർന്നാണ് ഡൈസാക്കറൈഡുകൾ ഉണ്ടാകുന്നത്. ദഹനരസങ്ങളുടെ പ്രവർത്തന ഫലമായി ഇത് ലഘു പഞ്ചസാരകളായി മാറുകയും ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സൂക്രോസിനെ വിപരീത പഞ്ചസാര, ഇൻവെർട്ട് ഷുഗർ എന്ന് വിളിക്കുന്നു. അപ്പോൾ സൂക്രോസിൻ്റെ മറ്റൊരു പേരാണ് വിപരീത പഞ്ചസാര അഥവാ ഇൻവെർട്ട് ഷുഗർ എന്നത്. കരിമ്പ്, ബീട്രൂട്ട് എന്നിവയിൽ നിന്ന് ഇത് വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ ഭക്ഷണക്രമത്തിലെ പഞ്ചസാരയുടെ സാധാരണ രൂപമാണിത്. നമ്മുടെ ഭക്ഷണക്രമത്തിലെ പഞ്ചസാരയുടെ സാധാരണ രൂപമാണ് ഈ പറഞ്ഞത്, ഇത് സൂക്രോസ് എന്നത് കേട്ടോ. ധാന്യങ്ങൾ മുളയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പഞ്ചസാരയാണ് മാൾട്ടോസ്. ധാന്യങ്ങൾ മുളയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പഞ്ചസാര മാൾട്ടോസ് ആണ്. ഇത് മാൾട്ട് ഷുഗർ എന്നും അറിയപ്പെടുന്നു. മാൾട്ടോസ് അറിയപ്പെടുന്നത് മാൾട്ട് ഷുഗർ എന്നാണ്. സസ്തനികളുടെ പാലിൽ കാണപ്പെടുന്ന ക്ഷീര പഞ്ചസാരയാണ് ലാക്ടോസ്. സസ്തനികളുടെ പാലിൽ കാണപ്പെടുന്ന ക്ഷീര പഞ്ചസാരയാണ് ലാക്ടോസ്. കലോറി വർദ്ധിപ്പിക്കാനായി സസ്തനികളുടെ പാലിൽ കാണപ്പെടുന്ന ക്ഷീര പഞ്ചസാരയാണ് ലാക്ടോസ്. കലോറി വർദ്ധിപ്പിക്കാനായി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ലാക്ടോസ്. കലോറി വർദ്ധിപ്പിക്കാനായി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ലാക്ടോസ്. ധാരാളം മോണോസാക്കറൈഡുകൾ കൂടിച്ചേർന്നാണ് പോളിസാക്കറൈഡുകൾ ഉണ്ടാകുന്നത്. പോളിസാക്കറൈഡ്സ് ഇവയിൽ ഉണ്ടാകുന്നത് മോണോസാക്കറൈഡുകൾ കൂടിച്ചേർന്നിട്ടാണ്. ധാരാളം മോണോസാക്കറൈഡുകൾ കൂടിച്ചേർന്നിട്ടാണ്. ഇവയിൽ കൂടുതലും ജലത്തിൽ ലയിക്കാത്തതോ വളരെ കുറച്ചു മാത്രം ലയിക്കുന്നതോ ആണ്. സസ്യലോകത്ത് കാണപ്പെടുന്ന അന്നജം, സ്റ്റാർച്ച്, 100-ലധികം ഗ്ലൂക്കോസ് യൂണിറ്റുകൾ കൂടിച്ചേർന്ന സങ്കീർണമായ ഘടനയാണ്. അപ്പോൾ സ്റ്റാർച്ച് എന്നത് ഒരു സങ്കീർണമായിട്ടുള്ള അന്നജം എന്ന സ്റ്റാർച്ച് എന്നത് സങ്കീർണമായിട്ടുള്ള ഒരു പോളിസാക്കറൈഡാണ് കേട്ടോ. പാചകം ചെയ്യുമ്പോഴോ വിത്ത് മുളച്ചു വരുമ്പോഴോ ശരീരത്തിൽ ദഹനം നടക്കുമ്പോഴോ അന്നജം മാൾട്ടോസായി വിഘടിച്ചാണ് ഡെക്സ്ട്രിൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ മാൾട്ടോസായിട്ട് വിഘടിക്കുകയാണ് അന്നജം ചെയ്യുന്നത്. ഈ അന്നജം മാൾട്ടോസായി വിഘടിച്ചിട്ട് ഡെക്സ്ട്രിനുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ പാചകം ചെയ്യുമ്പോഴോ വിത്ത് മുളച്ചു വരുമ്പോഴോ ശരീരത്തിൽ ദഹനം നടക്കുമ്പോഴൊക്കെ ഈ അന്നജം മാൾട്ടോസായിട്ടാണ് മാറുന്നത്. പിന്നീട് അത് ഡെക്സ്ട്രിനുകളായിട്ട് മാറും. മനുഷ്യരിലും മൃഗങ്ങളിലും പേശികളിലോ കരളിലോ ശേഖരിക്കുന്ന കാർബോഹൈഡ്രേറ്റാണ് ഗ്ലൈക്കോജൻ. മനുഷ്യരിലും മൃഗങ്ങളിലും പേശികളിലോ കരളിലോ ശേഖരിക്കുന്ന കാർബോഹൈഡ്രേറ്റാണ് ഗ്ലൈക്കോജൻ. ഇതിനെ മൃഗങ്ങളിലെ അന്നജം, അനിമൽ സ്റ്റാർച്ച് എന്ന് വിളിക്കുന്നു. അപ്പോൾ പ്രത്യേകം നോക്കി വയ്ക്കുക, മുൻ വർഷത്തെ ഒരു ചോദ്യപേപ്പറിൽ കണ്ടുള്ള ചോദ്യമാണ്. അനിമൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നത് അന്നജമാണ്. മൃഗങ്ങളിലെ അന്നജം എന്നറിയപ്പെടുന്നത്, അനിമൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നത് ഗ്ലൈക്കോജനാണ് കേട്ടോ. ഗ്ലൈക്കോജനാണ് മൃഗങ്ങളിലെ അന്നജം അഥവാ അനിമൽ സ്റ്റാർച്ച് എന്ന് അറിയപ്പെടുന്നത്. ധാരാളം ഗ്ലൂക്കോസ് തന്മാത്രകൾ സാന്ദ്രീകരിച്ചാണ് ഗ്ലൈക്കോജനായി തീരുന്നത്. ഈ ക്ലാസ്സിലെ ലാസ്റ്റ് ചോദ്യം നോക്കാം നമുക്ക്. 15ാമത്തെ ചോദ്യം. ഭക്ഷണത്തിലെ നാരുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഭക്ഷണത്തിലെ നാരുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നു, വിസർജ്യ വസ്തുക്കൾ വർദ്ധിപ്പിക്കുന്നു, പിത്തരസം, കൊളസ്ട്രോൾ എന്നിവയെ നിയന്ത്രിക്കുന്നു, ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നത് നാരുകളുടെ ധർമ്മത്തിൽ പെടുന്നവയല്ല. ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നു, വിസർജ്യ വസ്തുക്കൾ വർദ്ധിപ്പിക്കുന്നു, പിത്തരസം, കൊളസ്ട്രോൾ എന്നിവയെ നിയന്ത്രിക്കുന്നു എന്നതൊക്കെ നാരുകളുടെ ധർമ്മമാണ് കേട്ടോ.
ദെൻ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ, മ്യൂസിലേജ്, ആൽഗ വസ്തുക്കൾ, ലിഗ്നിൻ തുടങ്ങിയ പോളിസാക്കറൈഡുകളാണ് നാരുകൾ. അപ്പോൾ നാരുകൾ എന്താണ്? പോളിസാക്കറൈഡുകൾ തന്നെയാണ്. സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ, മ്യൂസിലേജ്, ആൽഗ വസ്തുക്കൾ, ലിഗ്നിൻ തുടങ്ങിയ പോളിസാക്കറൈഡുകളാണ് നാരുകൾ. ഗ്ലൂക്കോസ് നിർമ്മിതമായ പോളിസാക്കറൈഡാണ് സെല്ലുലോസ്. ഇത് ആലേയമായതും ദഹിക്കാത്തതുമായ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ സെല്ലുലോസ് എന്നത് ഗ്ലൂക്കോസ് നിർമ്മിതമായിട്ടുള്ള ഒരു പോളിസാക്കറൈഡ് ആണ്. ഇത് ആലേയമായതും ദഹിക്കാത്തതുമായ കാർബോഹൈഡ്രേറ്റ് ആണ്. മലവിസർജനത്തിന് സഹായിക്കുന്നതിനാൽ സെല്ലുലോസ് ധാരാളമായി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ മലവിസർജനത്തിന് സഹായിക്കുന്ന ഒരു പോളിസാക്കറൈഡാണ് സെല്ലുലോസ് എന്നത്. അതുകൊണ്ട് ഭക്ഷണക്രമത്തിൽ അത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. തവിട്, ധാന്യങ്ങൾ, തൊലിയോടുകൂടിയുള്ള മുഴുധാന്യങ്ങൾ, പച്ചക്കറികൾ എന്നിവയിലാണ് ഹെമി സെല്ലുലോസ് കാണപ്പെടുന്നത്. തവിട്, ധാന്യങ്ങൾ, തൊലിയോടുകൂടിയുള്ള മുഴുധാന്യങ്ങൾ, പച്ചക്കറികൾ എന്നിവയിലാണ് ഹെമി സെല്ലുലോസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പയറുവർഗ്ഗങ്ങൾ, ഉണങ്ങിയ ധാന്യങ്ങൾ, ഓട്സ് എന്നിവയിൽ ഗമ്മുകൾ കാണപ്പെടുന്നു. പയറുവർഗ്ഗങ്ങൾ, ഉണങ്ങിയ ധാന്യങ്ങൾ, ഓട്സ് എന്നിവയിൽ ഗമ്മുകൾ കാണപ്പെടുന്നു. പോഷക പ്രാധാന്യമില്ലാത്ത പോളിസാക്കറൈഡുകളാണ് പെക്റ്റിനുകൾ. പെക്റ്റിനുകൾ എന്ന പോളിസാക്കറൈഡുകൾക്ക് പോഷക പ്രാധാന്യം ഇല്ല കേട്ടോ. ജാമ്, ജെല്ലി നിർമ്മാണത്തിന് പെക്റ്റിൻ ഉപയോഗിക്കുന്നു. ആപ്പിൾ, പുളിരസമുള്ള പഴങ്ങൾ എന്നിവ പെക്റ്റിൻ്റെ സ്രോതസ്സുകളാണ്. അപ്പോൾ ആപ്പിളിൽ നിന്നും പുളിരസമുള്ള പഴങ്ങളിൽ നിന്നൊക്കെ പെക്റ്റിൻ നമുക്ക് ലഭിക്കും. പെക്റ്റിന് പ്രത്യേകിച്ച് പോഷക പ്രാധാന്യം ഇല്ല. ഭക്ഷ്യവസ്തുക്കളുടെ ഉറപ്പ് വർദ്ധിപ്പിക്കുന്നതും ദൃഢത നൽകുന്നതുമായ വസ്തുക്കളിലാണ് മ്യൂസിലേജും ആൽഗയും കാണപ്പെടുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ ഉറപ്പ് വർദ്ധിപ്പിക്കുന്നതും ദൃഢത നൽകുന്നതുമായ വസ്തുക്കളിലാണ് മ്യൂസിലേജും ആൽഗയും കാണപ്പെടുന്നത്. മുഴുഗോതമ്പ്, പീച്ച്, പിയർ, പ്ലം, വിളഞ്ഞ പച്ചക്കറികൾ എന്നിവയിൽ ലിഗ്നിൻ അടങ്ങിയിരിക്കുന്നു. മുഴുഗോതമ്പ്, പീച്ച്, പിയർ, പ്ലം, വിളഞ്ഞ പച്ചക്കറികൾ എന്നിവയിൽ ലിഗ്നിൻ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 15 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെ ശരീരത്തിൽ വേണ്ട ധാതുക്കളും മിനറൽസും എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്കറിയാം ബയോളജിയിൽ നിന്ന് ഒരു 7 മാർക്കിനോളം ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് ലഭിക്കും. അപ്പോൾ ആ 7 മാർക്കും നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ടും കേൾക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക്